Hallelujah. Hallelujah. Praise the Lord. ദൈവത്തിന് മഹത്വം. Hallelujah. Hallelujah. How many of you experienced the glory during the worship time? ആരാധന ശുശ്രൂഷയിൽ എത്ര പേര് ദൈവത്തിന്റെ തേജസ് Such a അനുഭവപ്പെടാൻ സാധിച്ചു? powerful move of the Lord among us. എത്ര ശക്തമായിരുന്നു ദൈവം നമ്മുടെ മധ്യേ ചലിച്ചത്. Let's just acknowledge Him for a moment. നമുക്ക് ആ ദൈവത്തെ ആദരിക്കാൻ കുറച്ച് നേരം എടുക്കാം. Yes, Lord. Something is open here today. കർത്താവേ, അന്ന് ഞങ്ങളുടെ മധ്യ എന്തോ തുറക്കുകയാണ്. Everyone just plug into the Spirit for a moment. എല്ലാരും ആത്മാവിൽ കുറച്ച് നേരം നിറഞ്ഞാട്ടെ. This is not part of my message, but something is open in this place right now. ഇത് ഞാൻ പങ്കിടാമെന്ന ദൈവവചനത്തിന്റെ ഭാഗമല്ലായിരുന്നെങ്കിലും ദൈവം ഇവിടെ എന്തോ ചെയ്യുകയാണ്. Your glory is here. അങ്ങയുടെ മഹത്വം ഇവിടെ ഉണ്ടല്ലോ. Yes, yes, yes. Plug in, plug in, plug in. Pagana shundo nadaresta ragates. Saturate us, Lord. Shikara bara bara bara. We plug into your glory this morning, Lord. കർത്താവേ, ഈ പകൽ നേരം അങ്ങയുടെ തേജസ്സിലേക്ക് ഞങ്ങൾ വന്നു ചേരുന്നു. Help me to communicate what you want me to communicate, Lord. അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കൂടെ വരാൻ സഹായിക്കണമേ കർത്താവ്. I am only but your mouthpiece. ഞാൻ അങ്ങയുടെ വാ മാത്രം. The King is here in our midst. നമ്മുടെ മധ്യേ രാജാവുണ്ട്. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. In your precious name I pray. അങ്ങയുടെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. His presence makes all the difference. ദൈവത്തിന്റെ സാന്നിധ്യമാണ് എല്ലാം മാറ്റുന്നത്. You know, I can come up with so many points, so many notes, but His presence makes all the difference. ഞാൻ എല്ലാ വിധത്തിലും പ്രിപ്പയർ ആയിട്ട് വന്നാലും ദൈവ സാന്നിധ്യമാണ് മാറ്റുന്നത്. How many of you agree? എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? Yes, His presence makes a difference. ദൈവത്തിന്റെ സാന്നിധ്യമാണ് മാറ്റം Can തുടങ്ങി. you tell your neighbor His presence makes a difference? നിങ്ങളുടെ അടുത്തുള്ള ആരോട് പറയാമോ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്? It is truly an honor and privilege to stand before you today to share from God's word. നിങ്ങളുടെ മധ്യേ ഇരുന്ന് ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന സത്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. I stand here under the covering and leadership of all our pastors. നിങ്ങളുടെ നേതൃത്വത്തിന്റെ മറവിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. I remember 15 years ago I walked into this church 15 വർഷം മുമ്പാണ് ഞാൻ ഈ സഭയിൽ ആദ്യമായിട്ട് വരുന്നത്. afraid, ഭയന്ന്, insecure, നടുക്കത്തോടെ, angry, ദേഷ്യത്തോടെ, broken. ഉടഞ്ഞ്. There are people here who know me from that season. ആ കാലം തൊട്ട് എന്നെ അറിയാവുന്ന പലരും ഇവിടെ നമ്മുടെ മധ്യയിലുണ്ട്. And you can ask them and they'll tell you how I was. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ എങ്ങനെയായിരുന്നു. I was not very good. ഞാൻ അത്ര തികഞ്ഞവനല്ലായിരുന്നു. So if today you don't get anything from my message, ഇന്ന് എൻ്റെ ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും me standing here itself is a sermon ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സന്ദേശം. about the power of God that can transform and restore. ആ സന്ദേശത്തിന്റെ അർത്ഥം എന്താണ്? ദൈവശക്തിക്ക് മാറ്റാനും യഥാസ്ഥാനപ്പെടുത്താനും. That doesn't mean you don't have to listen to the rest of the message. അതിനർത്ഥം ബാക്കിയുള്ള സന്ദേശം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലെന്നല്ല. But this itself is a sermon. എങ്കിലും ഈ ജീവിതം തന്നെ, എൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണ്. Like I could have walked away. എനിക്ക് ഇവിടെ വരാതെ I പോകാമായിരുന്നു. had so many excuses. എനിക്ക് അധികം കാരണങ്ങളുണ്ടായിരുന്നു. I had a lot of baggage, brokenness to say as an excuse. എനിക്ക് ജീവിതത്തിൽ അധികം കാര്യങ്ങൾ കാരണമായി കാട്ടാമായിരുന്നു. But the Lord showed mercy. എന്നാലും ദൈവം കരുണ കാണിച്ചു. Amen. Amen. Hallelujah. I cannot start without saying that. അത് പറയാതെ എനിക്ക് തുടങ്ങാൻ പറ്റില്ല. I am excited for the word that the Lord has deposited in my heart for today. എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ വചനത്തിന് എനിക്ക് അധികം സന്തോഷമുണ്ട്. Those who were here last Sunday, do you remember what Pastor Lina preached? കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നവർക്ക് ഓർമ്മയുണ്ടോ എന്താണ് പാസ്റ്റർ ലീന പ്രസംഗിച്ചത്? Yes, what was it? New things. Prepare for the new. ദൈവത്തിന്റെ പുതിയ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നതിനെ പറ്റിയായിരുന്നു. And because I was involved in teens church and looking after my baby, I couldn't listen to the message. അന്ന് ഞാൻ പല ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ സന്ദേശം പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. But later in the week, I could listen to the message. എങ്കിലും ആ ആഴ്ച ശേഷം ഞാൻ ആ സന്ദേശം ഇന്ന് കേട്ടു. And I was so excited, so connected to what I want to share today. അത് ഞാൻ ഇന്ന് പങ്കിടാൻ പോകുന്ന ഈ ദൈവസന്ദേശമായിട്ട് ഇത്ര യോജിച്ചിരിക്കും. It's so beautiful how the Lord orchestrates. ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്ന എത്ര മനോഹരമായിട്ടാണ്. He's like a conductor.
കർത്താവ് ഒരു കണ്ടക്ടറിനെ പോലാണ്. He's got all the music sheets prepared well in advance. താങ്കളുടെ മ്യൂസിക്കിന്റെ ഷീറ്റും അതിലെ നോട്ടും ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി And വെച്ചിട്ടുണ്ട്. when the musician steps in, he starts to conduct. അപ്പൊ മ്യൂസീഷ്യൻസ് അകത്ത് കയറുമ്പോൾ ഒരു ഓർക്കസ്ട്രേറ്ററെ പോലെ അവിടെ ഇരുന്ന് അങ്ങ് കണ്ടക്ട് ചെയ്താൽ മതി. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Our God is always on the move. നമ്മുടെ കർത്താവ് എപ്പോഴും ചലിക്കുകയാണ്. From hovering over the waters during creation, സൃഷ്ടിയുടെ സമയത്തിൽ വെള്ളത്തിന് മേൽ ദൈവം ചലിക്കുകയായിരുന്നു. to parting the Red Sea, ചെങ്കടൽ പിളർന്നപ്പോഴും from resurrecting on the third day, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ to making us a new creation in Christ Jesus. അതിൽ നിന്ന് നമ്മളെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കുമ്പോൾ He is always on the move. കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Tell your neighbor, my God is on the move. നിങ്ങളുടെ അടുത്തുള്ളവരോട് പറ, എന്റെ കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Now tell your other neighbor, my God is on the move. നീ നിങ്ങളുടെ അടുത്ത വശത്തുള്ള ആളോട് പറ, എന്റെ കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. Hallelujah. Amen. Our God is always on the move. നമ്മുടെ കർത്താവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Just like even in our own lives, we are also always on the move. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Why? Because we are created in His nature. കാരണം ദൈവത്തിന്റെ പ്രകൃതത്തിലാണ് നമ്മളെ ദൈവം We are സൃഷ്ടിച്ചിരിക്കുന്നത്. moving from one season to the next season. ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ One ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. day we are young, then we are the youth, then we become adults. ഒരു നിമിഷം നമ്മൾ ചെറുപ്പക്കാരനാണ്, പിന്നെ നമ്മൾ മുതിർന്നവരായി, പിന്നെ നമ്മൾ മറ്റ് കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. Education, marriage, children, പഠിത്തം, കല്യാണം, മക്കൾ, job. ജോലി. Sorry, I forgot that in between. അത് ഞാൻ മറന്നുപോയിരുന്നു. So we are also on the move. അപ്പൊ നമ്മളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. So one thing I realized about life is seasons are not forever. അപ്പൊ ഞാൻ ജീവിതത്തെക്കുറിച്ച് പഠിച്ച ഒരു കാര്യം, കാലഘട്ടം എന്നേക്കും നിൽക്കത്തില്ല. Do you agree? Yeah. So if you're going through something difficult, please know it's not forever. അപ്പൊ നിങ്ങളൊരു കഷ്ടത്തിന്റെ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിരന്തരമല്ലെന്ന് ഓർക്കുക. Also, if you're going through a good time, അതുപോലെ നിങ്ങൾ നല്ല കാലഘട്ടത്തിലൂടെ പോവാണെങ്കിലും that prophecy I don't want. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. Nothing is forever എല്ലാം നിരന്തരമല്ല, except for the word of God ദൈവവചനം and ഒഴികെ, everything that is eternal. എന്നിട്ട് നിത്യമായുള്ളതല്ലാതെ. But seasons are not forever. പക്ഷെ കാലഘട്ടങ്ങൾ നിരന്തരമല്ല. Why? Because God is on the move. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. And I believe we are in a season of stepping into the next move of God. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ അടുത്ത നീക്കത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. Our Father in heaven is so excited to release fresh moves. നമ്മുടെ സ്വർഗീയമായ പിതാവ് തന്റെ പുതു നീക്കങ്ങൾ റിലീസ് ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. If you look at Christian church history, God has never kept one move alone. He keeps releasing fresh moves. സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ദൈവം ഒരു നീക്കത്തിൽ മാത്രം നിന്നില്ല, നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And I believe in the last days, in the end times, He's going to start an end time move of God. എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ അവസാന കാലഘട്ടങ്ങളിൽ ദൈവം അവസാന കാലത്തെ ചലനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. So what is this move of God? അപ്പൊ എന്താണ് ദൈവത്തിന്റെ ഈ നീക്കം അല്ലെങ്കിൽ ചലനം? Is it just another Christian jargon? ഇത് ഒരു ക്രിസ്ത്യൻ മറ്റൊരു പദം മാത്രമാണോ? This very churchy thing that we say, move of God. സഭയിൽ എല്ലാവരും പറയുന്ന ഒരു പദം, ദൈവത്തിന്റെ ചലനം, ദൈവത്തിന്റെ It's a ചലനം. question that we all can have. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണല്ലേ? Or does it mean something more profound? അതോ അതിലും ആഴമായ ഒരു അർത്ഥം അതിനുണ്ടോ? I found these two definitions about the move of God which really made me think. അപ്പം ദൈവത്തിന്റെ നീക്കത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ രണ്ട് ഡെഫിനേഷനുകൾ കേൾക്കുണ്ടായി. Move of God is a phrase used to describe a miraculous event or operation that God uses to progress revival. അതായത് തൻ്റെ ഉണർവിനെ നീങ്ങിക്കൊണ്ടിരിക്കാനായി ദൈവം ചലിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ്. It is something that the Lord does to progress revival. തൻ്റെ ഉണർവിനെ അതിന് മുന്നേറ്റത്തിനായി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. Is it man's move? അത് മനുഷ്യന്റെ നീക്കമാണോ? It's the Lord's move. അത് കർത്താവിന്റെ നീക്കമാണ്. And men or mankind partner with the move of God. കർത്താവിന്റെ ആ ചലനത്തിലൂടെ നമ്മൾ പങ്കാളിത്തം വഹിക്കുക. Another definition says like this: it is when God chooses to restore certain major truths, ministries and spiritual experiences. അതിന്റെ മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ചില ശുശ്രൂഷകൾ, സത്യങ്ങൾ അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. That has not been active since the early years of the church. അത് സഭയുടെ ആദ്യ കാലങ്ങൾ തൊട്ട് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. So if you look at the church history, how the Lord has been restoring different things that we find in Acts of the Apostles. അപ്പം അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ കാണുന്ന ദൈവം പല കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. Yeah, God is restoring. ആ കാര്യങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Slowly but surely He is restoring.
പെയ്യാണെങ്കിലും ഉറപ്പായിട്ടും അതിനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. So, from these two definitions, I conclude move of God, it progresses revival and is restorational in nature. അപ്പം ഈ രണ്ട് ഡെഫിനേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ചലനം എന്ന് പറയുന്നത് അത് ഉണർവിനെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രകൃതം എന്ന് പറയുന്ന യഥാസ്ഥാനവുമാണ്. One, it progresses revival. Second, it is restorational. ഒന്ന്, അത് ഉണർവിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട്, അതിന്റെ പ്രകൃതമോ And we യഥാസ്ഥാനപ്പെടുത്തുന്നു. see this all throughout scriptures. ഇത് നമ്മൾ ദൈവവചനത്തിൽ മുഴുവനായിട്ട് കാണുന്നു. So many examples. ഒത്തിരി അതിന്റെ എക്സാമ്പിളുകളുണ്ട്. So many examples where people stepped into the next move of God. പല മനുഷ്യര് ദൈവത്തിന്റെ അടുത്ത നീക്കത്തിലേക്ക് കാല് വെച്ച് കയറി നമുക്ക് From കാണാം. Abraham to Moses to David to Nehemiah, അബ്രഹാമിൽ നിന്ന് മോശയും അതിന് ദാവീദിൽ നിന്ന് നെഹമായും, Daniel, Ruth, Rahab, Jesus, apostles, Paul, Timothy. ദാനിയേൽ, റൂത്ത്, അപ്പോസ്തലന്മാര്, യേശുക്രിസ്തു, എല്ലായിടത്തും നമ്മൾ ഇത് കാണും. So many. ഒത്തിരി പേര്. I just named few. ഞാൻ കുറച്ചു പേരെ മാത്രമേ പേരെടുത്ത് Are പറഞ്ഞിട്ടുള്ളൂ. you getting what I'm trying to say today? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് We മനസ്സിലാവുന്നുണ്ടോ? see in the scriptures so many fresh moves that the Lord released. നമ്മൾ ദൈവവചനത്തിൽ ദൈവം ഇറക്കിയ ഫ്രഷായ പല പുതു നീക്കങ്ങൾ കാണാം. And the important thing is somebody chose to partner. അതിലെല്ലാം മുഖ്യമായ ഒരു കാര്യം, ഒരാൾ അതിൽ ദൈവത്തിനോട് പങ്കാളിത്തം വഹിച്ചു. Because it's all associated with people. അതെല്ലാം മനുഷ്യരുമായിട്ട് അനുയോജ്യപ്പെട്ടിരിക്കുന്നതാണ്. The source is God, ദൈവമാണ് ഉറവ, but the conduit are the people. എന്നാൽ ആ ഉറവ ചലിക്കുന്ന മാർഗം മനുഷ്യനാണ്. Hallelujah. ഹല്ലേലൂയ. The Lord is looking for a generation ദൈവം ഒരു തലമുറയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. and a people that is open to the next move of God. ദൈവത്തിന്റെ അടുത്ത നീക്കത്തിനായി തുറന്ന മനോഭാവമുള്ള ഒരു തലമുറ. A generation that is passionate about the fresh moves of God in every season. ദൈവം സർവ്വ കാലഘട്ടത്തിലും പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പുതിയ നീക്കത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു And that തലമുറ. is what I want to talk about today. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പങ്കുവെക്കാൻ About being open to the next move of God. ദൈവത്തിന്റെ അടുത്ത നീക്കത്തിനായി തുറന്നിരിക്കുന്നതിന്. Because if we miss this, കാരണം ഇത് നമ്മൾ മിസ് ചെയ്താൽ then we will get stuck. നമ്മൾ സ്റ്റക്കായിരിക്കും. I'll talk about that later. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. So for this, I want to look at two instances from the scriptures. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ദൈവവചനത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാൻ So one is from the Old Testament ഒന്ന് പഴയ നിയമത്തിൽ നിന്നാണ്, and one is from the New Testament. ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും. One is about the widow from Zarephath ഒന്ന് സറാഫാത്തിലെ വിധവയെക്കുറിച്ചാണ്, and the other is about Zacchaeus. മറ്റേ സക്കയിനെ കുറിച്ചും. So I want to draw parallels, differences, and to observe their attitudes about the fresh move of God in their lives. ഇവരെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ, ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. So initially in my spirit, this story of the widow came. ആദ്യം എൻ്റെ ആത്മാവിൽ ആ വിധവയെക്കുറിച്ചാണ് വന്നത്. So I realized, she, operated from a place of lack. പുള്ളിക്കാരത്തി ആ സ്ത്രീയുടെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നീങ്ങിയത്. So when I was preparing, I wanted somebody who operated from a place of abundance also. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ധാരാളമുള്ള ഒരാളുടെ ഒരു എക്സാമ്പിൾ ഉണ്ടോ എന്ന്. So we can all connect. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാമല്ലോ. Yeah, so widow operated from a place of lack, അപ്പോൾ ആ വിധവ തൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ചലിച്ചത്. whereas Zacchaeus operated from a place of abundance. എന്നാൽ സക്കയ്യോ തൻ്റെ അധികത്തിൽ നിന്നാണ് ചലിച്ചത്. How do we know this? ഇത് നമുക്ക് എങ്ങനെ അറിയാം? We read about the widow in 1 Kings 17 verse 8 onwards. ഒന്ന് രാജാക്കന്മാരുടെ 17:8 നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം. Before you go there, go to Luke 4 verse 25 and 26. അവിടെ പോകുന്നതിന് മുമ്പ് ലൂക്കോസ് 4:25, 25 and 26. 25-26. This is where Jesus mentions about the widow of Zarephath. ഇവിടാണ് യേശുക്രിസ്തു സറാഫാത്തിലെ വിധവയെക്കുറിച്ച് എടുത്ത് പറയുന്നത്. And if you can read verse 25, please. അതിലെ 25-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവന്മാർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ യാഥാർത്ഥ്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ Yeah, that's enough. Thank you. സീദോനിലെ That's സരേപ്തയിൽ enough. Thank you. So we see here clearly Jesus mentioning that the sky was shut up for 3 years and 6 months. യേശുക്രിസ്തു പറയുന്നു ആകാശം 3 വർഷവും 6 മാസങ്ങളായിട്ട് അടച്ചു There വെച്ചിരിക്കുക. was a great famine. അതൊരു വലിയ വളർച്ചയാണ്. So this was a season of drought in the widow's life. അപ്പൊ അതൊരു ആ വിധവയുടെ ജീവിതത്തിൽ ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയായിരുന്നു. And for those, some of you might know the story, by heart. നമ്മൾ പലർക്കും ആ കഥ
മനഃപ്പാഠമായിട്ട് അറിയാം. But for everyone, let me just quickly summarize. അപ്പം എല്ലാവർക്കും വേണ്ടി നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാം. So this widow definitely was a widow. അപ്പോൾ ആ വിധവ She was preparing to die. മരണത്തിനായി ഒരുങ്ങുകയായിരുന്നു. She didn't have anything at home. തൻ്റെ വീട്ടിലൊന്നുമില്ലായിരുന്നു. She had food for just her last meal. തൻ്റെ അവസാനത്തെ അത്താഴം മാത്രമേ ആ സ്ത്രീയുടെ കയ്യിലുള്ളായിരുന്നു. We see that in 1 Kings chapter 17 verse 12. 1 രാജാക്കന്മാരുടെ 17:12 നമുക്കത് കാണാം. You can read that. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. അവളോട് വിളിച്ചു പറഞ്ഞു അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. So we see here a widow ready to die ഇവിടെ മരണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു വിധവയെ നമുക്ക് കാണാം, along with her son. തൻ്റെ മകന്റെ കൂടെ. And that was her situation. അതായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥ. So it was a season of drought അപ്പോൾ അതൊരു ക്ഷാമത്തിന്റെ കാലമായിരുന്നു. and they don't have enough for the next meal. അടുത്ത ഭക്ഷണത്തിനായി പോലും കയ്യിലില്ലായിരുന്നു. One more meal and death. അവസാനത്തെ അത്താഴത്തിന് ശേഷം മരണം. So can you imagine the dire situation that she was in? അവരുടെ ആ അവസ്ഥ നമുക്കൊന്ന് ആലോചിക്കാം. Extreme place of lack. ഒന്നുമില്ലായ്മയുടെ അങ്ങേയറ്റത്തെ അവസ്ഥ. No credit card. ഒരു ക്രെഡിറ്റ് കാർഡും ഇല്ല, No lifeline. ജീവിക്കാൻ മറ്റു മാർഗമില്ല, All done. എല്ലാം തീർന്നു. Last resort. അവസാനത്തെ മാർഗം. And she was at that place. ആ സ്ഥാനത്തായിരുന്നു ആ സ്ത്രീ. Now if we go to the portion of Zacchaeus നമ്മൾ സക്കീവിന്റെ കഥയെക്കുറിച്ച് in പറയുകയാണെങ്കിൽ Luke chapter 19, ലൂക്കോസ് 19 we read in verse 1 and 2. അതിന്റെ 1-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. Yeah, so it's written there, he was a chief tax collector and he was rich. അപ്പം അദ്ദേഹത്തിന് അധികം ധനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. So if you know history, you know that, during the rule of Romans among the Jews, tax collectors, made a lot of money. ആ കാലത്തെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ടാക്സ് സ്വരൂപിക്കുന്നവരുടെ കയ്യിൽ അധികം ധനമുണ്ടായിരുന്നു. And not necessarily through good means. അത് എല്ലാം ശരിയായ മാർഗത്തിൽ നിന്ന് കൂടി അല്ലായിരുന്നു. So he was very rich, അപ്പൊ അദ്ദേഹത്തിന്റെ ധനം ഉണ്ടായിരുന്നു, very wealthy. അധികം ധാരാളമേ I ഉണ്ടായിരുന്നു. don't think I have to explain more. Bible says he was rich, he was rich. വചനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അധികം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ അതിനുശേഷം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. So can you just picture both situations? ആ രണ്ട് അവസ്ഥകളെ നമുക്കൊന്ന് മനസ്സിൽ കാണാൻ പറ്റും. A widow was in a place of lack, വിധവയ്ക്കാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു. and here we have Zacchaeus who was in a place of abundance. സക്കീവിന്റെ കയ്യിലാണെങ്കിൽ അധികവും ഉണ്ടായിരുന്നു. Hallelujah. And we see both of them being open to the next move from a place of lack and abundance. ആ ധാരാളത്തിന്റെ അവസ്ഥയിലും ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലും രണ്ടുപേരും ദൈവത്തിന്റെ അടുത്ത നീക്കത്തിന് തുറന്ന മനോഭാവത്തോടെ Hallelujah. ഹല്ലേലൂയ. So today I want to share few observations about being open to the next move of God. ഇപ്പം ദൈവത്തിന്റെ അടുത്ത നീക്കത്തിനായി നമ്മൾ തുറന്ന മനോഭാവത്തോടെ ഇരിക്കുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പങ്കുവിടാൻ From the ഉദ്ദേശിക്കുന്നു. life of the widow and Zacchaeus. അത് വിധവയുടെ ജീവിതത്തിൽ നിന്നും സക്കീവിന്റെ ജീവിതത്തിൽ നിന്നും. Hallelujah. ഹല്ലേലൂയ. Are you with me so far? ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? The first thing that I saw is there was a total pursuit from a place of hunger. ഞാൻ ആദ്യമായി കണ്ട കാര്യം രണ്ടുപേരുടെയും വിശപ്പിന് പൂർണ്ണമായി പിന്തുടരുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. In Zacchaeus we see he was not comfortable with what he knew, but there was a hunger to pursue the unknown. താൻ അറിഞ്ഞ കാര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ തൃപ്തനല്ലാതെ അറിയാത്ത കാര്യത്തിനായി ഒരു വിശപ്പുണ്ടായിരുന്നു സക്കീവൻ. For us Jesus is known. ഇപ്പം നമുക്ക് യേശു ക്രിസ്തുവിനെ അറിയാം. But can you imagine that time and age where Jesus, of course he was famous because of preaching, but he was not this known. എന്നാൽ ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അധികമൊന്നും ആരും കേട്ടിട്ടുമില്ലായിരുന്നു. We read in Luke 19 verse 3, Zacchaeus was trying to see who Jesus was. ലൂക്കോസ് 19:3 നമ്മൾ വായിക്കുന്നു, സക്കീയു യേശു ക്രിസ്തു ആരെന്ന് കാണാനായി കാത്തുനോട്ടിരിക്കുകയായിരുന്നു. He was trying ശ്രമിക്കുകയായിരുന്നു. and was unable because of the crowd. പക്ഷേ ആ ജനക്കൂട്ടം കാരണം അദ്ദേഹത്തിന് സാധിച്ചില്ല. For he was small in stature. കാരണം അദ്ദേഹത്തിന് കുള്ളനായിരുന്നു. So he ran ahead and climbed up അതുകൊണ്ട് അദ്ദേഹം മുന്നിലോടി മരത്തിന്റെ മേൽ ചാടി into a sycamore tree
അത് സിക്കമോർ മരത്തിന്റെ മുകളിൽ in order to see him, for he was about to pass through that way. യേശുക്രിസ്തുവിനെ കാണാൻ, കാരണം യേശുക്രിസ്തു ആ വഴി Do സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. you see that discomfort Zacchaeus had to know the unknown? സാക്കിയു അറിയാത്ത കാര്യം മനസ്സിലാക്കാൻ എടുത്ത കഷ്ടപ്പാട് കാണുന്നുണ്ട്. Over many years of following Jesus, യേശുക്രിസ്തുവിനെ പിന്തുടർന്ന അധികം ആ കാലത്ത് there are so many things that are known to us, നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, that we understand, നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ, that are tangible. അത് നമുക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റും. You know, if you look at this church service, you know, there's an opening prayer, നമ്മൾ ചർച്ച് സർവീസ് ശുശ്രൂഷ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു തുടങ്ങുന്ന there പ്രാർത്ഥനയുണ്ട്, is worship, ആരാധനയുണ്ട്, അതിന് that ശേഷം too fast songs അത് ചില ഫാസ്റ്റ് ആയിട്ടുള്ള and പാട്ടുകളുണ്ട്, slow songs, പിന്നെ ചെറുകെ പോകുന്ന so പാട്ടുകളുണ്ട്. all of us can flow. നമുക്കെല്ലാം അതിൻ്റെ കൂടെ ഒഴുകാൻ പറ്റും. Then communion, sometimes it's there, പിന്നെ ചിലപ്പം കമ്മ്യൂണിയൻ ഉണ്ട്, then word comes. പിന്നെ ദൈവവചന No, in ശുശ്രൂഷ. between MC is there, sorry. അതിന് നടുക്ക് MC ഉണ്ട്, Oh, the main highlights there. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. And after sermon, there's MC again. പിന്നെ ശുശ്രൂഷയുടെ വചന ശുശ്രൂഷയുടെ ശേഷം It's വീണ്ടും very MC. known to us. ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണ്. What is known is very comfortable. അപ്പം ആ കാര്യത്തിൽ നമുക്കൊരു സ്വസ്ഥത, ഒരു കംഫർട്ട് ഉണ്ട്. It doesn't derail us. അതിൽ നിന്ന് നമുക്ക് അധികം മാറേണ്ട അവസ്ഥയില്ല. I am pausing very intentionally in between ഞാൻ മനഃപൂർവ്വമാണ് ഈ നടുക്ക് നിർത്തുന്നത്, so that the engine runs. നമ്മുടെ മനസ്സിന് അത് ഗ്രഹിക്കാൻ Are സഹായിക്കും. you able to understand what I'm trying to communicate today? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ? The Lord wants us to get uncomfortable with the known and pursue the unknown. ദൈവം നമ്മൾ അറിയാവുന്ന കാര്യത്തിൽ ഒരു ദൈവികമായ അസ്വസ്ഥതയോടെ കൂടെ അറിയാത്ത കാര്യങ്ങളിൽ പിന്തുടരാനുള്ള വിശപ്പും ആഗ്രഹിക്കുന്നു. Do you know that Jesus was a new move in Zacchaeus' life? സക്കയുവിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു പുതിയൊരു നീക്കമായിരുന്നു. In that community, Jesus was new. ആ സമൂഹത്തിൽ യേശു ക്രിസ്തു പുതുതായിരുന്നു. He was not known. ആർക്കും അധികം അറിയില്ലായിരുന്നു. They didn't have scriptures. അവർക്ക് അതിനെക്കുറിച്ചുള്ള വചനം ഇല്ലായിരുന്നു. They didn't have church services, like I said, with all the things that I mentioned. നമ്മളെപ്പോലെ ആരാധന ക്രമമില്ലായിരുന്നു. Jesus was unknown. യേശു ക്രിസ്തുവിനെ അധികം ആർക്കും അറിയില്ലായിരുന്നു. Yet somebody chose to pursue from a place of hunger. എന്നാലും വിശപ്പിൽ നിന്നും പിന്തുടരാൻ ഒരാൾ ഒരു തീരുമാനമെടുത്തു. Zacchaeus' hunger for the next move was more than his hunger for wealth. തന്റെ ധനത്തെക്കാൾ അധികമായിരുന്നു ദൈവത്തിന്റെ പുതിയ ചലനം, പുതിയ നീക്കത്തിനുള്ള വിശപ്പ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. I really want you to picture this. നിങ്ങൾ ഇത് ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Think about yourself in that situation. നമ്മളെ തന്നെ ആ അവസ്ഥയിൽ നമുക്കൊന്ന് ആലോചിക്കാം. Jesus is unknown. യേശു ക്രിസ്തുവിനെ കുറിച്ച് അധികം നമുക്കൊന്നും അറിയില്ല. And if he is the new move in that season, will you be open? എങ്കിലും ആ കാലഘട്ടത്തിലെ പുതിയ നീക്കം യേശു ക്രിസ്തു ആണെങ്കിൽ നമ്മൾക്കൊരു തുറന്ന മനോഭാവം കാണുമോ? And I'm telling you, the Lord is not done yet. ഞാൻ പറയുന്നു, ദൈവം ഇനിയും തന്റെ പ്രവൃത്തിയിൽ തീർന്നിട്ടില്ല. Yes, the sacrifice is final. ദൈവം ചെയ്ത് നമുക്ക് വേണ്ടി കൊടുത്ത ജീവൻ അത് തീർന്നിരിക്കുന്നു. But the move of God is not done yet. എങ്കിലും ദൈവത്തിന്റെ ചലനം, ദൈവത്തിന്റെ The word നീക്കം, says, Jesus says that we will do greater things. കാരണം യേശുക്രിസ്തു വചനത്തിൽ പറഞ്ഞു, നമ്മൾ യേശുക്രിസ്തു ചെയ്യുന്നതിനേക്കാൾ അധികം കാര്യം In ചെയ്യും. one sense, that means greater moves. അതിന്റെ അർത്ഥം വലിയ നീക്കങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. Our Father in heaven is so secure that He wants greater moves through His children. നമ്മുടെ സ്വർഗീയമായ പിതാവ് നമ്മളെക്കുറിച്ച് എന്തുമാത്രം സ്വസ്ഥതയിലാന്ന് വെച്ചാൽ തന്റെ മക്കളിൽ നിന്ന് അധികം ദൈവം പ്രതീക്ഷിക്കുന്നു. A good parent will only wish greater success for their children. നല്ല മാതാപിതാക്കന്മാര് തന്റെ മക്കൾക്ക് വേണ്ടി അധികം സക്സസ് ആണ് ആഗ്രഹിക്കുന്നത്. Hallelujah. 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 He wants to release greater moves. ദൈവത്തിന് ധാരാളമായ നീക്കങ്ങൾ നമ്മൾ റിലീസ് ചെയ്യണം. And we have to be open. പക്ഷെ അത് സ്വീകരിക്കാൻ We നമുക്കൊരു have to തുറന്ന be open, മനോഭാവം. church. നമ്മൾ തുറന്നിരിക്കുന്ന സഭ. Hallelujah. That comes and we can be open from a place of hunger where we pursue. അതൊരു വിശപ്പിന്റെ, ദൈവത്തെ പിന്തുടരാനുള്ള ആ വിശപ്പിന്റെ അവസ്ഥയിൽ നിന്ന് Even in the widow's life, ആ വിധവയുടെ ജീവിതത്തിൽ when this prophet Elijah comes, എലീശ പ്രവാചകൻ വരുമ്പോൾ what she knew was she's going to die. അറിയാവുന്ന ഒരേ ഒരു കാര്യം, വിധവയ്ക്ക് ഞാൻ ഇപ്പം മരിക്കാൻ പോവാ. What she knew was the limited resources she had. എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നുള്ള അത് മാത്രമേ ആ സ്ത്രീക്ക് അറിയുള്ളൂ. I have this much quantity of whatever that was left. എനിക്ക് അവസാന അത്താഴത്തിനുള്ള സാധനം മാത്രമേ ഉള്ളൂ. But yet she chose to be uncomfortable എങ്കിലും താൻ അസ്വസ്ഥതയാകാൻ തീരുമാനിച്ചു. with what she knew, അറിയുന്ന ആ with കാര്യം, what she had. അറിയുന്ന ആ കാര്യത്തിൽ The widow's hunger for the unknown was more than her hunger
for food. തൻ്റെ ഭക്ഷണത്തിനുള്ള വിശപ്പിനേക്കാളായിരുന്നു അറിയാത്ത കാര്യത്തിന് വേണ്ടിയുള്ള ആ വിധവയുടെ വിശപ്പ്. Otherwise, who would give their last meal to the prophet? അല്ലെങ്കിൽ ആര് തൻ്റെ അവസാനത്തെ We അത്താഴം read പ്രവാചകന് that. കൊടുക്കും? We read that in verse 10. Yes, in 1 Kings chapter 17. 1 രാജാക്കന്മാർ 17-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതിങ്ങനെ വായിക്കുന്നു. So Elijah goes to Zarephath. എലൈജ പ്രവാചകൻ സറഫാത്തിൽ പോകുന്നു. He comes to the entrance of the city. ആ നഗരത്തിന്റെ എൻട്രൻസിലേക്ക് വരുന്നു. And we see the widow gathering sticks for her last meal. അവിടെ വിധവ വിറക് പറിക്കൊണ്ടിരിക്കുകയാണ് തന്റെ അവസാനത്തെ അത്താഴത്തിന്. So when Elijah asked, please get me a little water, അപ്പൊ പ്രവാചകൻ എനിക്ക് അല്പം വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ the widow didn't say anything. ആ വിധവ ഒന്നും പറഞ്ഞില്ല. She didn't explain her situations. തന്റെ അവസ്ഥയൊന്നും വിശദീകരിക്കാൻ നിന്നില്ല. She didn't give any excuse. ഒരു കാരണം കൊടുത്തില്ല. I think that's quite profound. അതൊരു ഭയങ്കരം വലിയ ആഴമുള്ള കാര്യം. Because the season was drought. കാരണം അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലോ ക്ഷാമത്തിന്റെ ആയിരുന്നു. Water was very little. അവിടെ അധികം വെള്ളമില്ലായിരുന്നു. She was actually going to get it, it says in verse 11. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വെള്ളം എടുക്കാൻ പോവായിരുന്നു. That's when, as always, the Lord challenges her more. അപ്പോഴാണ് ദൈവം നമ്മുടെ മുമ്പാകെ ഒരു ചാലഞ്ച് വെക്കുന്നത്. Please bring me a piece of bread also. എനിക്കൊരല്പം അപ്പം കൂടി കൊണ്ടുവരണമെന്ന്. The Lord knows how to expose. ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയത്തെ അവസ്ഥ എങ്ങനെ വെളിക്കൊണ്ടുവരണം. Then she says, as the Lord your God lives, I have no food. എന്നിട്ട് ആ വിധവ പറഞ്ഞു, ദൈവം ജീവിക്കുന്ന ദൈവമായിരിക്കുന്ന പോലെ തന്നെ എൻ്റെ കയ്യിൽ ഭക്ഷണമില്ലെന്ന്. As the Lord your God lives, I have no food. നിന്റെ കർത്താവായ ദൈവം ജീവിച്ചിരിക്കുന്ന പോലെ. So we read that portion earlier and she was just explaining her situation. എന്നിട്ട് ആ വിധവ തൻ്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. But later on in the following verses we see how in verse 15 it says she went and did everything in accordance to the word of Elijah. എന്നാൽ 15-ാമത്തെ വാക്യം പറയുന്നു ആ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ആ സ്ത്രീ പോയി ചെയ്തു. The widow was ready to sacrifice what she knew. തനിക്ക് അറിയാവുന്നതിനെ യാഗമായി കൊടുക്കാൻ ആ സ്ത്രീ ഒരുക്കമായിരുന്നു. To step into the unknown. അറിയാത്ത കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. Tell your neighbor, step into the unknown. നിങ്ങൾ അടുത്തുള്ളവരോട് പറഞ്ഞേ കാലെടുത്ത് അറിയാത്ത കാര്യത്തിലേക്ക് വെച്ചോളാം. It's not safe. അതിൽ It's സുരക്ഷിതമില്ലായിരിക്കും. dangerous. അത് അപകടമുള്ളതായിരിക്കും. It's risky. അതിൽ ഒത്തിരി റിസ്ക് ഉണ്ടായിരിക്കും. But we see in the later portions how the Lord rewards. എങ്കിലും നമുക്ക് ഇനിയും വരുന്ന ആ ഭാഗങ്ങളിൽ കാണാൻ ദൈവം അതിന് എങ്ങനെ പ്രതിഫലം കൊടുത്തു. So the first observation is total pursuit from hunger. അപ്പൊ ആദ്യത്തെ കാര്യമാണ് ഒരു വിശപ്പിന്റെ അവസ്ഥയെന്ന് പൂർണ്ണമായി പിന്തുടരുക. There's one more scripture I want to share about that in Romans 6:4. അതിനെക്കുറിച്ച് റോമർ ലേഖനത്തിന്റെ 6-4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. You can read that. നമുക്കിങ്ങനെ വായിക്കാം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Hallelujah. ജീവന്റെ പുതുക്കത്തിൽ. ആമേൻ. ഹല്ലേലൂയ. In English it says newness of life. അതായത് ഇംഗ്ലീഷിൽ ജീവന്റെ പുതുക്കം. So we have been, rescued, saved. Salvation was given not so that we can just stay there. അപ്പൊ നമ്മളെ ദൈവം രക്ഷിച്ചത്, നമുക്ക് രക്ഷ തന്നത് നമ്മൾ ചുമ്മാ രക്ഷയിൽ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല. But it says to walk in newness of life. പക്ഷെ ആ ജീവിതത്തിന്റെ പുതുക്കത്തിൽ ചലിക്കാനാണ്. It doesn't say stay in newness of life. ആ ജീവിതത്തിന്റെ പുതുക്കത്തിൽ നിൽക്കാനല്ല. It doesn't say be in this newness of life. അതിൽ ഇരിക്കാനല്ല. It says walk. പക്ഷെ അതിൽ നിന്ന് ചലിക്കാൻ. Which means it's a continual process. അതിന്റെ അർത്ഥം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന So ഒരു it's a പ്രക്രിയ. pursuit. അതൊരു പിന്തുടർവാണ്. In the Passion translation it goes on to explain a bit better. It says the freshness of new life. ആ പാഷൻ ട്രാൻസ്ലേഷനിൽ പറയുന്ന ആ പുതുജീവിതത്തിന്റെ ഫ്രഷ്നെസ് എന്നാണ്. The freshness of new life. ആ പുതിയ ജീവിതത്തിന്റെ ഫ്രഷ്നെസ്. Hallelujah. The Lord wants to release fresh moves. ദൈവത്തിന് അതുപോലത്തെ ഫ്രഷായ നീക്കങ്ങൾ റിലീസ് We ചെയ്യാൻ have to be open. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ We have നമ്മൾ to തുറന്ന pursue. മനോഭാവത്തോടിരിക്കണം. Like a Zacchaeus. സഖ്യുവിനെ പോലെ, Like the widow. ആ വിധവയെ പോലെ. Whether you are in a place of lack, നിങ്ങൾ അല്പം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും, whether it's physical, spiritual or mental, അത് ഏത് തരത്തിലായാലും മാനസികമായും ആത്മീകമായും ഭൗതികമായും, and even if you are in a place of abundance, അല്ലെങ്കിൽ ധാരാളത്തിന്റെ അവസ്ഥയിലാണെങ്കിലും, the Lord wants us to keep pursuing the new. ദൈവം ആഗ്രഹിക്കുന്ന പുതിയ കാര്യങ്ങളെ Does പിന്തുടർന്നുകൊണ്ടിരിക്കാൻ. that excite you? അത് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് Can I hear a തരുന്നുണ്ടോ? hallelujah? എന്ന് എനിക്കൊരു ഹാലിയ കേൾക്കാം. Hallelujah. Thank you, Jesus. We want to pursue, Lord.
കർത്താവെ അങ്ങേ പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവ്. So that's the first one, total pursuit from a place of hunger. അതാണ് ആദ്യത്തെ പോയിന്റ്, വിശപ്പിൽ നിന്നും പൂർണ്ണമായ ഒരു പിന്തുടർ. Now second one is our theme of the year. രണ്ടാമത്തെയാണ് നമ്മുടെ ഈ വർഷത്തെ തീം. What is the theme? Total surrender. Amen. പൂർണ്ണമായ സമർപ്പണം. It is total surrender by letting go. അതും വിട്ടുകൊടുത്താണ് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിയുക. You know, we already read that, the widow's plan was to die. നമ്മൾ നേരത്തെ കേട്ടിരുന്നു ആ വിധവയുടെ പദ്ധതി എന്ന് പറയുന്നത് മരിക്കാൻ. It says that in 1 Kings 17 verse 12. 1 രാജാക്കന്മാർ 17:12 നമുക്കത് വായിക്കാം. That was her plan. അതായിരുന്നു വിധവയുടെ പ്ലാൻ. The Zacchaeus plan was, he was probably making more money every day. സഖ്യവന്റെ പദ്ധതിയോ ഓരോ ദിവസവും ഇനി അധികം സമ്പാദിക്കാമെന്നായിരുന്നേക്കാം ഒരുപക്ഷെ. But he let go of his status to climb a tree. എങ്കിലും ആ മരത്തിന്റെ മേലിൽ കയറാൻ തന്റെ സ്റ്റാറ്റസിനെ കൈവിടേണ്ടി വന്നു. Yes, he was short, he couldn't see. ശരിയാണ്, താൻ കുള്ളനായിരുന്നു, കാണാൻ പറ്റില്ലായിരുന്നു. But how many times, when we face a physical limitation, we just, okay, this is not for me, we'll just walk away. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ നമുക്ക് പറ്റത്തില്ല, നമ്മൾ നടന്നു പോയിട്ട്. Only someone who's hungry will climb a tree. അത്രയ്ക്ക് വിശപ്പുള്ള ഒരാളെ മരത്തെ ചാടി കയറി കാണാൻ ശ്രമിക്കും. It's evident even in the animal kingdom. അത് മൃഗങ്ങളിൽ നമുക്ക് കാണാം. Only the ones who are hungry will climb a tree for fruit. വിശപ്പുള്ള മൃഗം മാത്രമേ മരത്തെ കയറി അണികളെ ഏറെ പിടിക്കാൻ ശ്രമിക്കൂ. Rarely you see animals trying to shake the tree and get something. വളരെ കുറവായേ നമ്മൾ മരത്തെ കുലുക്കി ഏറെ വീഴ്ത്തുന്ന മൃഗങ്ങളെ കാണാൻ പറ്റും. Because they know in their ability to climb that tree. കാരണം അവരുടെ കഴിവിൽ അവർക്ക് അറിയാവുന്ന മരത്തെ ചാടിക്കയറാൻ. Hallelujah. ഹല്ലേലൂയ. Sometimes our agendas are roadblocks to the move of God. പല സമയം നമ്മുടെ പദ്ധതികളാണ് ദൈവത്തിന്റെ നീക്കത്തിന് തടസ്സമായി നിൽക്കുന്നത്. We have to let go. നമ്മളത് കൈവിടണം. Our personal interests. നമ്മുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റുകൾ, Our personality. നമ്മുടെ വ്യക്തിത്വം. You ask anyone who knows me from the past I told you about, പണ്ട് തൊട്ട് എന്നെ അറിയാവുന്ന ആരോടും ചോദിച്ചാൽ I wouldn't dare to look at someone in the eye. ഞാൻ ആരെയും കണ്ണി നോക്കത്തില്ലായിരുന്നു. I'm introverted by nature. എൻ്റെ പ്രകൃതത്താൽ ഞാൻ ഇൻട്രോവേർട്ടാണ്. I could have given an excuse with that for the rest of my life. എൻ്റെ ബാക്കിയുള്ള ജീവിതം മൊത്തം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ And not step into my calling. അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ വിളിയിൽ ഞാൻ But I had to let go. പക്ഷെ ഞാൻ അത് കൈവിടണമായിരുന്നു. I had to let go even the fact that this is who I am. ഇതാണ് ഞാൻ എന്നുള്ള ആ കാര്യത്തിന് ഞാൻ കൈവിടണമായിരുന്നു. When God really showed me, this is not who I am. അപ്പോഴാണ് ദൈവം എന്നെ കാണിച്ചത് ഇതല്ല നീ. The Lord always says there is more to you than you think. കർത്താവ് എപ്പോഴും പറഞ്ഞു നീ വിചാരിക്കുന്നതിലധികം നിന്നിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. I really want to declare that over each one here. ഇവിടെ ഇരിക്കുന്ന സർവ്വരുടെ മേലും ഞാൻ അത് ഡിക്ലെയർ ചെയ്യാൻ There is ആഗ്രഹിക്കുന്നു. more to you than you think. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമുണ്ട് നിങ്ങൾ. There is more to you than you think. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമുണ്ട് നിങ്ങൾ. David saw that in himself. ദാവീദ് അത് തന്നിൽ കണ്ടു. That's why he could stand in front of Goliath. അതുകൊണ്ടാണ് ഗൊലായത്തിന് മുമ്പിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ He പറ്റും. saw the more of God in him than the less of himself in him. തന്റെ ദൈവത്തിന്റെ ധാരാളത്വം തന്നിൽ കണ്ടു, തന്റെ കുറവിൽ നോക്കാം. Hallelujah. ഹല്ലേലൂയ. Hallelujah. Sometimes our schedules come in the way. പലപ്പോഴും നമ്മുടെ സ്കെഡ്യൂളുകൾ തടസ്സമായി നിൽക്കും. You know how revival nights have disrupted all our schedules. നമ്മുടെ ഈ ഉണർവിന്റെ രാത്രികൾ സഭയിലുള്ളത് നമ്മുടെ പലരുടെ ഷെഡ്യൂളിന് ഒരു തടസ്സമാണ്. For young parents with young children. കൊച്ചു പിള്ളേരുള്ള മാതാപിതാക്കന്മാർക്ക്, Parents with children going to school. സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ളവർക്ക്, People with different other plans that they used to have. പല പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നു തന്റെ ജീവിതത്തിന് വേണ്ടി. Probably evening walks. ചിലപ്പോൾ ഈവനിങ് വാക്കുകൾ, A lot of things we had to let go. പല കാര്യങ്ങളെയും കൈവേണ്ടി വന്നു. Because there was some sense that there's something the Lord is doing fresh among us and we want to step in. അത് എന്തുകൊണ്ടെന്നാൽ ദൈവം പുതുതായിട്ട് ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു, അതിൽ ഞങ്ങളും പങ്കാളിത്തം വഹിക്കണം എന്നുള്ള ചിന്ത. I really want to encourage you, use your schedule to organize your life. ഞാൻ നിങ്ങളെ ഒന്ന് പ്രശംസിക്കട്ടെ, ഒന്ന് എൻകറേജ് ചെയ്യട്ടെ. നിങ്ങളുടെ സ്കെഡ്യൂൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഓർഗനൈസ് ചെയ്തോ. That's good. God wants us to do that. അത് നല്ലതാണ്, അത് ചെയ്തോ. But if your schedule becomes your God, പക്ഷെ നിങ്ങളുടെ സ്കെഡ്യൂളിനെ ദൈവമാകിയാലോ, then we can't be open. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Hallelujah. I know it's a tough word. എനിക്കറിയാം ഇത് കുറച്ച് But I കഠിനമായ, have to stay true to what the Lord has asked me to share today. എങ്കിലും ദൈവം പറയുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസ്തത പുലർത്തണം. Sometimes a personal dignity comes in the way. ചില സമയം നമ്മുടെ പേഴ്സണലായ ഡിഗ്നിറ്റി തടസ്സമായി മാറും. We heard last week Pastor Lena mention about
being slain in the spirit. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ലീന പറഞ്ഞു ആത്മാവിൽ സ്ലെയിൻ ആകുന്നതിനെ കുറിച്ച്. Similarly, we also have things, this way God can move, that way God can move, but more than that, no. അതുപോലെ നമുക്ക് ചില കാര്യങ്ങളുണ്ട്, ദൈവം ഇങ്ങനെ നീങ്ങും അങ്ങനെ നീങ്ങും, അതിനപ്പുറം ദൈവം ചലിക്കില്ല. We are choosing to close ourselves. നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളെ തന്നെ അടയ്ക്കുകയാണ്. And we restrict what the Lord wants to do through us. ദൈവം നമ്മൾ കൂടി നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളങ്ങ് തടസ്സപ്പെടുത്തുകയാണ്. Zacchaeus let go of his status to climb the tree. സക്കയു തന്റെ സ്റ്റാറ്റസിനെ കൈവിട്ടു മരത്തിൽ കയറാൻ. Trying to protect our dignity can derail us from being transformed by the renewal of our mind. നമ്മുടെ ഡിഗ്നിറ്റിയെ കാത്തുകൊള്ളാൻ നോക്കുന്ന നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി മാറ്റുന്നതിനൊരു തടസ്സമാകും. Just like in the life of King David, രാജാവായ ദാവീദിന്റെ ജീവിതത്തിൽ കണ്ടുപോലെ he was absolutely undignified. താൻ തികഞ്ഞും ഡിഗ്നിറ്റി ഇല്ലാത്തൊരു Can വ്യക്തിയായിരുന്നു. you imagine how a king, would dance like that? ഒരു രാജാവ് എങ്ങനെ അങ്ങനെ നൃത്തം ചെയ്യാൻ കഴിയും? We sing about ദാവീദിനെ പോലെ നൃത്തം ചെയ്തു and all that. നമ്മൾ ചിലപ്പം പാടും ആരാധിക്കുമ്പോൾ ദാവീദിനെ പോലെ നൃത്തം ചെയ്യുന്നൊക്കെ. But I want you to really picture what happened. പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ നടന്ന എന്തോന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. All the dignitaries we can think of, നമുക്ക് കാണുന്ന എല്ലാവിധ ഡിഗ്നിറ്റിയും he just lost his cool അതിനെയൊക്കെ അവിടെ അഴിച്ചുവിട്ടു. and he didn't care what others think. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹം His ചിന്തിച്ചിട്ടില്ല. entire kingdom was watching. ആ രാജ്യം മൊത്തം കാണുമായിരുന്നു രാജാവിനെ. Probably that's why, David, I heard Arun Cha say the other day that David is probably the one who walked closest to the sonship of God in the Old Testament. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ദാവീദാണ് പഴയ നിയമത്തിൽ പുത്രത്വം എന്ന വെളിപാടിനോട് ഏറ്റവും അധികം ചേർന്ന് നടന്ന വ്യക്തി. Because he caught his heart. കാരണം ദൈവത്തിന്റെ ഹൃദയത്തെ അദ്ദേഹം പിടിച്ചെടുത്തു. Can we be undignified? നമുക്ക് അങ്ങനെ അൺഡിഗ്നിഫൈഡ് ആകാൻ പറ്റും. Me even standing here is like the fact that I'm not afraid of my dignity. If I mess up, I mess up. It's okay. ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ ഡിഗ്നിറ്റിയെ വകവെക്കാതാണ്. ഞാൻ എൻ്റെ കൈവിട്ട് പോയി പോട്ടെ. I don't have to be perfect. ഞാൻ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. I just have to be a conduit. ഞാൻ ദൈവത്തിന് ചലിക്കാനുള്ള മാർഗമാകാം. Can we be an undignified conduit for the Lord? നമുക്ക് അങ്ങനെ ഒരു അൺഡിഗ്നിഫൈഡ് ആയ മാർഗമാകാൻ പറ്റുമോ? Total surrender. പൂർണ്ണ സമർപ്പണം. Total surrender. പൂർണ്ണമായി സമർപ്പിക്കും. Even for the widow, she had a solution. She wanted to die. ആ വിധവയ്ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു തന്റെ അവസ്ഥയ്ക്ക്, ഞാനങ്ങ് മരിക്കാം. And even her solution, she had to let go. പക്ഷെ ആ മാർഗവും കൈവിടണമായിരുന്നു. It made sense to her. പുള്ളിക്കാരത്തേക്ക് അതിലൊരു സെൻസ് കണ്ടു. But she realized there's a bigger, better solution. എങ്കിലും അതിലും മികച്ച ഒന്നുണ്ടെന്ന് പുള്ളിക്കാരത്തേക്ക് കാണാനും കഴിഞ്ഞു. I want to declare this over each one of us, including me, that there is a better solution in the fresh move of God. ഞാൻ ഇത് ഞങ്ങളുടെ ഏവരുടെ മേൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പുതിയ ചലനത്തിന് ഒരു വലിയ മാർഗ്ഗം. There is healing in the fresh move of God. അതിൽ സൗഖ്യമുണ്ട്. So if there is chronic sickness in the room right now, in the name of Jesus, release healing, Lord. വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. Yes. അതെ. The fresh move is a move of the supernatural. ദൈവത്തിന്റെ പുതു ചലനം എന്ന് പറയുന്നത് അമാനുഷികമാണ്. I hear spondylitis being healed. അധികം സൗഖ്യങ്ങൾ ഇവിടെ റിലീസ് ആവട്ടെ. Spondylitis being healed. സ്പോണ്ടലൈറ്റിസ് ഹീൽഡ് ആകട്ടെ. Arthritis. You have to bow down to the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ മുട്ടുകുനിക്കണം. Recently someone went to do a checkup and your levels are not normal. I declare normal levels right now in the name of Jesus. ഈയിടെ ആരോ ചെക്കപ്പിന് പോയിട്ട് ലെവൽസ് നോർമൽ ആയിരുന്നു, അവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നോർമലായ ലെവൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. Lord, I pray for a clean up in heart valves right now. ദൈവമേ, ഹൃദയത്തിന്റെ വാൽവുകളിൽ ഒരു സൗഖ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. Blood flow to become normal. രക്തത്തിന്റെ ഒഴുക്ക് നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Siganamana rasho koso kose re 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 rasada rade de. There is healing, there is signs and wonders in the fresh move. ദൈവത്തിന്റെ പുതുചലനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട് സൗഖ്യത്തിന്റെ കൂടെ. There is signs and wonders in the Jesus move. യേശുക്രിസ്തുവിന്റെ ചലനത്തിൽ അത്ഭുതവും അടയാളവും ഉണ്ട്. Barasugo rodo roba laradi yaga shakaradi andere. We have to let go, church. നമ്മൾ കൈവിടണം സഭയെ. So that God can start doing something fresh. എങ്കിലേ ദൈവത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Hallelujah. Hallelujah. We read in Mark 8 verses 34 and 35. മാർക്കോസ് 8:34-35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. We read like this. And he summoned the crowd with his disciples and said to him, if anyone wishes to come after me, he must deny himself and take up his cross
and follow me. For whoever wishes to save his life will lose it, but whoever loses his life for my sake and the gospel will save it. മാർക്കോസ് 8:34-35 നമുക്ക് ഇങ്ങനെ വായിക്കാം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. Yes, that is our calling. We are called for a life of self-denial. സ്വയം നിഷേധിക്കുന്ന ഒരു ജീവിതത്തിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. I know we may all start our Christian walk with self-denial. എനിക്കറിയാം നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങുന്നത് സ്വയം നിഷേധിച്ചുകൊണ്ടായിരിക്കും. Slowly things accumulate. പക്ഷേ പതുക്കെ കാര്യങ്ങൾ കൂടിച്ചേരും. Now we have our own system. നമുക്ക് സ്വയമായ ഒരു സിസ്റ്റം വരും. We understand things only a particular way. നമ്മളൊരു പ്രത്യേക ക്രമത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കും. Knowledge has been built up. നമ്മുടെ അറിവ് കൂടുന്നു. But the Lord wants us to let go. ദൈവം നമ്മൾ ഇതൊക്കെ കൈവിടാൻ ആഗ്രഹിക്കും. We have to let go. നമ്മൾ കൈവിടണം. If you don't let go, we won't be able to experience the fresh move of God. നമ്മൾ കൈവിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പുതു നീക്കത്തെ അനുഭവിക്കാൻ പറ്റാതെ Hallelujah. Every day we have to tell Lord, if there is something new, show me, Lord. ഓരോ ദിവസവും നമ്മൾ പറയുന്ന കർത്താവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരണേ. And I sense that not just for individual lives, but I sense that even for businesses. വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ പല ബിസിനസ് മേഖലയിലും ഇത് സെൻസ് New strategies. പുതു മാർഗങ്ങൾ. You might have done business the same way till today. ഇന്ന് വരെ ഒരുപോലെ ആയിരിക്കും നിങ്ങൾ അത് ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. But I really believe the Lord is releasing something new. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം പുതുതായിട്ടൊരു കാര്യം റിലീസ് ചെയ്യാൻ I ആഗ്രഹിക്കുന്നു. sense new products, new services, പുതിയ തരത്തിലുള്ള സർവീസുകളും പുതിയ പ്രോഡക്റ്റുകളും new branches. പുതിയ ബ്രാഞ്ചസുകൾ. In the name of Jesus, do it, Lord. Do it, Lord. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണേ കർത്താവേ. Only if we surrender what we know can He release what He knows. നമുക്ക് അറിയാവുന്ന പൂർണ്ണമായി സമർപ്പിച്ചെങ്കിലേ ദൈവത്തിന് അറിയാവുന്ന നമ്മളിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും. Come on, Lord, we want to plug into what you know. കർത്താവേ, അങ്ങ് അറിയുന്ന കാര്യങ്ങൾ അങ്ങയുടെ അറിവിലേക്ക് ഞങ്ങളെ യോജിക്കാൻ Yes, സഹായിക്കണം. Jesus, we let go. ഞങ്ങൾ കൈവിടുന്ന കർത്താവേ. So two things I have said, total pursuit and total surrender. ഞാൻ പൂർണ്ണമായ പിന്തുടരും പൂർണ്ണമായ സമർപ്പണവും പറഞ്ഞു. Finally, we see a total obedience. അവസാനമായി പൂർണ്ണമായിട്ടുള്ള ആൻസർ. Total obedience from a teachable heart. അത് പഠിപ്പ് സ്വീകരിക്കാനുള്ള മനോഭാവമുള്ള ഹൃദയത്തിലേ ഉള്ളൂ. 1 Kings 17 verse 15 says like this, so she went and did everything. 1 രാജാക്കന്മാര് 17:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. In Malayalam it says പറഞ്ഞതുപോലെ. മലയാളത്തിൽ പറഞ്ഞതുപോലെ ചെയ്തെന്നാണ്. But in English it says she did everything. എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞത് എല്ലാം ചെയ്തു. Everything. എല്ലാം. I want you to say this, everything. എല്ലാം. അത് നമുക്കൊന്ന് പറയാമോ? It's a totality to the obedience. ആ അനുസരണത്തിനൊരു പൂർത്തീകരണമുണ്ട്. Nothing undone. ഒന്നും അനുസരിക്കാതിരിക്കുക. Nothing undone. ഒന്നും അനുസരിക്കാതിരിക്കുക. Everything. എല്ലാத்தைയും അനുസരിക്കുക. Everything. എല്ലാം. Even from that dire situation we talked about. ആ കഷ്ടതയുടെ അനുഭവത്തിലും She did everything. ആ സ്ത്രീ എല്ലാം അനുസരിച്ചു. Hallelujah. ഹല്ലേലൂയ. In Luke 19 verse 5. ലൂക്കോസ് 19:5 we see how, Jesus sees Zacchaeus on the tree. യേശുക്രിസ്തു സക്കയെ മരത്തിൽ കാണുന്നു. And it says when Jesus came to the place, he looked up and said to him, Zacchaeus, hurry and come down, for today I must stay at your house. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവന് ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. And in verse 6 it says, and he hurried and came down and received him gladly. 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ബദ്ധപ്പെട്ട് He hurried. വേഗതയോടെ He hurried and came down. വേഗതയോടെ ഇറങ്ങി വന്ന് അനുസരിക്കും. In widow's life we see everything. ആ വിധവയാണെങ്കിൽ സർവവും എല്ലാം. In Zacchaeus' life we see hurried and came down. എന്നാൽ സക്കിയുടെ അനുസരണത്തിൽ ഒരു വേഗതയുണ്ട്. And received him gladly. എന്നിട്ട് സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. Total obedience from a teachable heart. പൂർണ്ണമായ അനുസരണം, അത് പഠിപ്പ് സ്വീകരിക്കാൻ വിധേയപ്പെടുന്ന ഒരു ഹൃദയത്തിൽ. If we remain teachable at all stages of life, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും പഠിപ്പിക്കാൻ സ്വീകരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ it is easy to be open to the next move. അടുത്ത ദൈവത്തിന്റെ നീക്കത്തിന് നമ്മൾ തുറന്ന മനോഭാവത്തോടെ. We read like this in Proverbs 9 verse 9.
സദൃശ്യവാക്യം 9:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Give instruction to a wise man and he will be still wiser. Teach a righteous man and he will increase his learning. അത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മലയാളത്തിൽ. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. Wisdom helps us to be open. ജ്ഞാനം നമ്മളെ തുറന്ന അനുഭവത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു. When knowledge keeps us closed. എന്നാൽ അറിവോ നമ്മളെ അങ്ങ് അടച്ചു വെക്കുന്നു. Knowledge without wisdom ജ്ഞാനമില്ലാത്ത അറിവ് keeps us closed. നമ്മളെ അടച്ചു വെക്കുന്നു. It's like closing that bottle. അത് ആ കുപ്പി അടയ്ക്കുന്ന പോലാണ്. Whenever we want, we will go and get knowledge. നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നു പോയി അറിവ് സ്വീകരിക്കുന്നു. But those who want to be wiser and wiser will keep the bottle open. എന്നാൽ ജ്ഞാനം അധികം വേണമെന്ന് ആഗ്രഹമുള്ളവരെ ആ അടപ്പ് തുറന്നു വെക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Father, give us a teachable heart. അപ്പാ അങ്ങയുടെ പ്രബോധനത്തെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. Teachable heart, oh God. ഓ പ്രബോധനത്തെ സ്വീകരിക്കാനുള്ള ഒരു At ഹൃദയം all stages of life. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും Whether we are young or middle aged or old, Lord. ഞങ്ങൾ ഏത് അവസ്ഥയിരുന്നാലും മുതിർന്ന വയസ്സിലാണെങ്കിലും ബാല്യകാലത്താണെങ്കിലും We want to be teachable. ഞങ്ങൾക്ക് പ്രബോധനത്തിനെ സ്വീകരിക്കാൻ I സഹായിക്കും. know it's not easy, but we want to step into that, oh God. അത് എളുപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കാല് വെച്ച് കയറുന്ന ആഗ്രഹമുണ്ട്. Because then only God can break mindsets. എങ്കിലേ കർത്താവെ മനസ്സുകളെ അങ്ങ് ഉടയ്ക്കാൻ, Then only God can release the new. എങ്കിലേ അങ്ങേക്ക് പുതു കാര്യത്തെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും. We not only see a teachable heart, we also see in Zacchaeus' life a joyful heart. സക്കേന്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ ഹൃദയമുണ്ടായിരുന്നു. Just like we read earlier, he received him gladly. നമ്മൾ കാരണം അവർ എഴുതിയിരിക്കുന്നു സന്തോഷത്തോടെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. In verse 6 of chapter 19 of Luke. അത് 19-ാമത്തെ ലൂക്കോസിന്റെ 19-ാമത്തിലെ 6-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. Joyful heart. സന്തോഷമുള്ള ഹൃദയം, Showing his openness to transformation. രൂപാന്തരപ്പെടാനുള്ള തന്റെ തുറന്ന മനോഭാവത്തെ അത് കാണിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And we go on to see more obedience from him, where when he encountered Jesus, he went and sold everything he had. നമുക്ക് കാണാൻ പറ്റും യേശുക്രിസ്തുവിന്റെ അഭിമുഖത്തിന് ശേഷം സക്കീവ് പോയി തനിക്കുള്ളതെല്ലാം വിറ്റു. So we read in not everything, half of my possessions. തന്റെ സമ്പത്തിന്റെ പാതി വിറ്റു നമ്മൾ കാണുന്നു. In verse 8 onwards in chapter 19. അത് ലൂക്കോസിന്റെ 19-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Half of my possessions I will give to the poor. തന്റെ സമ്പത്തിന്റെ പാതി പാവങ്ങൾക്ക് വിട്ടുകൊടുക്കുമെന്ന്. Can you picture all of your possessions right now? നമുക്കുള്ള സമ്പത്തിനെ മൊത്തം നമുക്കിപ്പോ മനസ്സിൽ നിന്ന് കാണാം Quickly. പെട്ടെന്ന്. I know some of us might have nothing, so it's okay. Don't worry. എനിക്കറിയാം ഒന്നുമില്ലാത്തവർക്ക് അത് But ബുദ്ധിമുട്ടായിരിക്കും. in Jesus we have everything. പക്ഷെ യേശുക്രിസ്തു നമുക്ക് But I എല്ലാം. want you to imagine all your possessions. If you're young, think about your parents' possessions. Come on. നിങ്ങൾ പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സമ്പത്തിനെ കുറിച്ച് ഓർത്താൽ മതി. Now minus half. അതിൽ നിന്ന് പാതി അങ്ങോട്ട് എടുത്തു കളഞ്ഞാട്ട്. I can honestly say I can't do it. എനിക്ക് വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്നെ കൊണ്ട് അത് I am സാധ്യമല്ല. not there yet. ഞാൻ ഇതുവരെ ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല. But the encounter that Zacchaeus had with this fresh move of Jesus. പക്ഷേ യേശുക്രിസ്തുവിന്റെ പുതിയ നീക്കത്തിൽ ഉണ്ടായിരുന്ന ആ അഭിമുഖം Again, I'm reminding you, he didn't know Jesus like we know Jesus. നമ്മൾക്ക് അറിയാവുന്ന പോലെ സക്കേന് യേശുക്രിസ്തുവിനെ അറിയത്തുമില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, Even with how I know Jesus, I am not able to. എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാവുന്ന പോലെ ഞാൻ അതിന് ഒരുക്കമല്ല. With how he knew Jesus, he said, half of my possessions I will give. എങ്കിലും താൻ അറിഞ്ഞ ആ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്തിന്റെ പാതി കൊടുക്കും. And we see that conviction happening, and I will, if I've defrauded anyone of anything, I will give back 4 times as much. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 4 ഇരട്ടിയായി മടക്കി കൊടുക്കും. Probably that will amount to full. ചിലപ്പോ അതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നിനക്ക് ഉള്ള സമ്പത്ത് മൊത്തമായിരുന്നേക്കാം. Total obedience. പൂർണ്ണമായ അനുസരണം. Total obedience. പൂർണ്ണമായ അനുസരണം. So what are the 3 things I said? ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? You see a total pursuit from a place of hunger. പൂർണ്ണമായ പിന്തുടർവ് വിശപ്പിൽ നിന്ന്. We see a total surrender by letting go. പൂർണ്ണമായ സമർപ്പണം കൈവിട്ടുകൊണ്ട്. We see total obedience from a teachable heart. പഠിപ്പിക്കാൻ പ്രബോധനത്തിനെ സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഹൃദയത്തിൽ നിന്നുള്ള പൂർണ്ണമായ അനുസരണം. Hallelujah. ഹല്ലേലൂയ. It's all total. അത് എല്ലാം തികഞ്ഞതാണ്. There's no half heart in this. അതിൽ പാതി മനമില്ല. It's all total. അത് പൂർണ്ണതയാണ്. Hallelujah. How many of you want to step into the fresh move of God? നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പുതിയ നീക്കത്തിലേക്ക് കാലുവെച്ച് കയറും? Amen. Hallelujah. Hallelujah. Raso tolo radiyandere. But yet we see in chapter 19 there are people questioning this fresh move. എന്നാലും നമ്മൾ ആ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം.
this Jesus move. ഈ യേശുക്രിസ്തുവിന്റെ ചലനത്തെ In verse 7, 7ാമത്തെ വാക്യത്തിൽ നമ്മൾ and ഇങ്ങനെ they വായിക്കുന്നു. saw how Jesus was welcoming Zacchaeus. യേശുക്രിസ്തു സക്കിയുവിനെ സ്വീകരിക്കുന്ന കാണുമ്പോൾ, In verse 7, you can read. അത് നമുക്ക് 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം. ലൂക്കോസ് 19:7. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു. പെറുപെറുത്തു. I think that Malayalam word really connects to what that act really is. എനിക്കത് മലയാളത്തിൽ ആ പെറുപെറുത്തു എന്നുള്ള പദം സത്യത്തിൽ അത് എന്തുവായിരുന്നു എന്നുള്ളത് വ്യക്തമായി Don't you think that കാണിക്കുന്നു. sound and the word is very matching? കാരണം നമ്മളപ്പോ ചെയ്യുന്ന ആ സൗണ്ടും ആ വാക്കും ഭയങ്കര മാച്ചിങ് ആണ്. In English it says they began to grumble. കാരണം ഇംഗ്ലീഷിൽ they began to grumble എന്ന് മാത്രമേ പറയുന്നു. He has gone to the guest of a man who is a sinner. അദ്ദേഹം ഒരു പാപിയുടെ വീട്ടിൽ വിരുന്നുകാരനായി പോയി എന്നുള്ളതാണ് പെറുപെറുത്തത്. Why? Till then they knew some things. അതുവരെ അവർക്ക് ചില കാര്യങ്ങൾ They അറിയാം. had the routine. അവർക്ക് അവരുടേതായ ഒരു ക്രമം They ഉണ്ടായിരുന്നു, had a particular system. അവരുടെ ഒരു സിസ്റ്റം And ഉണ്ടായിരുന്നു. in the fresh move, Jesus was breaking all systems. എങ്കിലും ദൈവത്തിന്റെ പുതിയ ചലനത്തിൽ യേശു ക്രിസ്തു ആ സിസ്റ്റങ്ങളെ ഒക്കെ പൊട്ടിച്ചു. If you don't expect the Lord to break systems in the fresh moves, I don't know which God you know. നിങ്ങൾ ദൈവത്തെ സിസ്റ്റങ്ങളെ ഉടയ്ക്കുന്ന തന്റെ പുതിയ ചലനത്തിൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ആ അറിയുന്ന ദൈവം ഏതാണെന്ന് Seriously, all എനിക്കറിയാം. throughout scripture, you go and read the Bible. നിങ്ങൾ ദൈവവചനത്തിൽ മൊത്തം അനുയോജ്യമായി ഇത് കാണാം. The Lord breaks systems. ദൈവം സിസ്റ്റങ്ങളെ ഉടയ്ക്കും. Because systems tie us down. കാരണം സിസ്റ്റങ്ങൾ നമ്മളെ ക്ഷീണിതരാക്കും. System, holds us back. അത് നമ്മളെ പുറകിലേക്ക് വലിക്കുന്നു. It is helpful to steward, അത് ചില കാര്യങ്ങൾ ക്രമീകരിച്ച് തുടങ്ങാൻ നല്ലതാണ്. but it hinders progress. ഈ എങ്കിലും മുന്നേറ്റത്തിന് തടസ്സമാകും. When the system is beyond the God we worship. കാരണം ആ സിസ്റ്റം ദൈവീകമായ ക്രമത്തിന്റെ ഒപ്പം എത്തുന്നില്ല. We might have welcomed yesterday's move of God, but if we don't remain open for the next move, we are in danger of becoming a Pharisee in the next move. നമ്മൾ ദൈവത്തിന്റെ കഴിഞ്ഞ നീക്കത്തിന് ഒരുക്കമായിരിക്കാം, പക്ഷെ ഇനി വരാനിരിക്കുന്ന നീക്കത്തിന് ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഫാരിസിയായി മാറുന്ന അപകടത്തിലാണ്. I know that's very strong, എനിക്കറിയാം അത് വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, but you see that in scripture. പക്ഷെ ആ ദൈവവചനത്തിൽ അപ്പാടെയുണ്ട്. The Pharisees of the time probably experienced, the goodness of God at some point, but somewhere they chose to not go through the total things that I mentioned. ആ കാലത്തെ ഫാരിസികൾ ഒരു പക്ഷേ ആദ്യകാലങ്ങളിൽ ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചെങ്കിലും നമ്മൾ കേട്ട പോലെ ദൈവത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കാല് വെച്ച് പൂർണ്ണമായി സമർപ്പിക്കാനും അനുസരിക്കാനും അവർ ഒരുക്കമായിരുന്നില്ല. We might have criticized the Pharisees of the last move. നമ്മൾ ചിലപ്പം കഴിഞ്ഞ നീക്കത്തിലെ ഫാരിസികളെ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞേക്കാം. But if we don't remain open, പക്ഷെ നമ്മൾ തുറന്ന മനോഭാവത്തോടല്ലെങ്കിൽ we are still in danger of becoming a Pharisee. നമ്മൾ എങ്കിലും ഒരു ഫാരിസിയായി മാറാനുള്ള അപകട സോണിലാണ്. That's why the scripture says, do not be conformed, അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഒരു കാര്യത്തിൽ അങ്ങ് ഉറച്ചിരിക്കും, but be transformed. പക്ഷെ നമ്മൾ രൂപാന്തരപ്പെടണം. It's continual. അതൊരു തുടർച്ചയായി പിന്തുടരുന്ന We പ്രക്രിയ. have to walk in the newness of life. ആ ജീവിതത്തിന്റെ പുതുക്കത്തിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. Hallelujah. ഹല്ലേലൂയ. The new move invites new people to the love of God. ആ പുതിയ നീക്കം പുതിയ ആൾക്കാരെ ദൈവസ്നേഹത്തിലേക്ക് സ്വീകരിക്കുന്നു. And it can bother us. അത് ചിലപ്പോൾ നമുക്കൊരു കഷ്ടത ഉണ്ടാക്കാം. That's the elder son syndrome. അതാണ് അതിന്റെ പേരാണ് ഇംഗ്ലീഷ് എൽഡർ സൺ സിൻഡ്രോം എന്ന്. Don't worry, it's not a actual condition. അത് സത്യത്തിലുള്ളൊരു രോഗമല്ല, It's based on the scriptures. അത് ദൈവവചനത്തിലുള്ളതാണ്. The one who walks with the Lord will know his heart to understand his ways. ദൈവത്തിന്റെ കൂടെ നടക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ ഹൃദയത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കാൻ We can only step into the new if we step into his ways. നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കാൽച്ചുവട് വെച്ച് കയറാൻ കഴിയുന്നത് ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കി. And his ways is very much connected to his heart. കാരണം തമ്പുരാന്റെ വഴികൾ ഹൃദയത്തോട് അനുയോജിച്ചിരിക്കുക. Because often we can get into a system and we can refer to his works. കാരണം നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്ന സിസ്റ്റം ദൈവത്തിന്റെ ക്രിയകളെ റെഫർ ചെയ്തുകൊണ്ടാണ്. And we tend to forget his ways. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തിന്റെ വഴികളെ മറന്നു. Lord, we pray that Lord you will transition us from your works to your ways. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ പ്രവൃത്തികളിൽ നിന്നും അങ്ങയുടെ വഴികളിലേക്ക് മാറ്റണമെന്ന് From പ്രാർത്ഥിക്കുന്നു. what is in your hand to what is in your heart. അങ്ങയുടെ കരത്തിലുള്ള കാര്യത്തിൽ നിന്നും അങ്ങയുടെ ഹൃദയങ്ങളിലെ കാര്യങ്ങൾ, Make that transition. ആ ഒരു രൂപാന്തരം ഞങ്ങൾ Right വരുത്തണം. now in the spirit, all across the room, right now in Jesus' name. ഇപ്പൊ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഈ മുറി മൊത്തം അങ്ങ് Help us to വ്യാപരിക്കും. pursue your heart, oh God. അങ്ങയുടെ ഹൃദയത്തെ പിന്തുടരാൻ സഹായിക്കണേ കർത്താവേ. So by this I'm not saying that we won't have questions.
ഞാൻ ഇതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, It's good to have questions. കാരണം ചോദ്യങ്ങൾ നല്ലതാണ്. The Father likes questions. പിതാവിന് നല്ല ഇഷ്ടമാണ് ചോദ്യങ്ങൾ. Like every good teacher says, please ask questions. എല്ലാ നല്ല ടീച്ചർമാരും പറയുന്ന പോലെ ദയവായി ചോദ്യങ്ങൾ ചോദിക്കുക. Because questions help clarify. കാരണം ചോദ്യങ്ങൾ ചോദിച്ചാലാണ് വ്യക്തത കിട്ടുന്നത്. But if we love the questions more than the one who can answer, പക്ഷെ നമ്മൾ ചോദ്യങ്ങളെ ചോദ്യത്തിന് ഉത്തരം തരുന്നവനേക്കാൾ സ്നേഹിക്കുകയാണെങ്കിൽ we'll get stuck. നമ്മൾ സ്റ്റക്കായി പോകും. That is where knowledge wants to ask questions, കാരണം അറിവിന് ചോദ്യങ്ങൾ ചോദിക്കണം, which is a good thing. അതൊരു നല്ല കാര്യമാണ്. But wisdom tells us some questions, it's okay, we don't know the answer. പക്ഷെ ജ്ഞാനം പറയുന്നു ചില ചോദ്യങ്ങളുടെ ഉത്തരം അറിയില്ലെങ്കിലും ഒരു No, കുഴപ്പമില്ല. I know I'm taking time, but I just want to say one more example. എനിക്കറിയാം ഞാൻ കുറച്ച് സമയം എടുക്കാണ്, പക്ഷെ ഞാൻ ഒരു ഉദാഹരണം കാണിക്കട്ടെ. Those who drive a car here, നമ്മൾ വണ്ടി ഓടിക്കുന്നവര്, or even if you're a passenger, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരാണ്, see the driver operate. നമ്മൾ ഡ്രൈവർ ഓടിക്കുന്ന കാണാം. There are few controls for the driver to take the car forward. പല കൺട്രോൾ ഉണ്ട് വണ്ടി മുന്നോട്ട് നീക്കാൻ. Yeah, there's a steering wheel, accelerator, brake, clutch, സ്റ്റിയറിംഗ് വീൽ, ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇതൊക്കെ ഉണ്ട്. gear knob, ഗിയർ നോബ് ഉണ്ട്, and so many other things. അങ്ങനെ പല കാര്യങ്ങളും. But based on what they have learned how to drive, പക്ഷെ എങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചുവോ they just do the minimal steps to make it go. അതിനെ ഉപയോഗിച്ച് ചില ചുരുക്കം കാര്യങ്ങൾ കൊണ്ടാണ് വണ്ടി മുന്നോട്ട് നീക്കുന്നത്. Do everyone know how while the key is turned, there's a spark that is sent into this part of the engine and this comes alive and fuel starts flowing and then the combustion energy എല്ലാവർക്കും അറിയേണ്ട ആവശ്യമുണ്ടോ? കീ എടുത്ത് തിരിക്കുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു, അത് ഫ്യൂലിലേക്ക് പോകുന്നു, കമ്പഷൻ റിലീസ് ചെയ്യുന്നു, ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? But yet we drive നമുക്ക് വണ്ടി ഓടിച്ചാൽ പോരെ, very very comfortable. അതും കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചാൽ I still I'm quite a fan of automobiles, ഞാൻ ഓട്ടോമൊബൈൽസിന്റെ വലിയൊരു but ഫാനാണ്. there are so many things I don't understand, പക്ഷെ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്, and it's okay. അതിലൊരു കുഴപ്പമില്ല. Because if I have to question everything and drive that car to reach church today, my goodness, കാരണം ഞാൻ എല്ലാ കാര്യത്തിനും വ്യക്തത അറിഞ്ഞെങ്കിലേ വണ്ടി ഓടിച്ച് ഇന്ന് പള്ളി വരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ probably it would have become a Monday service. അങ്ങനെയാണെങ്കിൽ അതൊരു തിങ്കളാഴ്ച ശുശ്രൂഷയാക്കി മാറ്റേണ്ടി Those who വന്നു. understood that joke, I praise God for you. ആ സത്യം മനസ്സിലാക്കിയവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. It's not that we won't have questions, നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്ന്, but our relationship with the Father is greater than the questions. നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടെ ചോദ്യങ്ങൾക്ക് മേലെ. This helps us process those questions better. ആ ബന്ധം ഈ ചോദ്യങ്ങളെ ശരിയായി പ്രോസസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. Most of the time, the questions bother us because there is no relationship to back it up. പല സമയവും ഈ ചോദ്യങ്ങൾ നമുക്കൊരു പ്രശ്നമാകുന്ന നമുക്ക് ശരിയായ ബന്ധമില്ലാത്ത. But the questions disappear when the relationship is so strong. പക്ഷേ ബന്ധം ദൃഢപ്പെടുത്തുമ്പോൾ ചോദ്യങ്ങൾ അപ്രത്യക്ഷമാകും. Hallelujah. Let us move from knowledge that makes us close to wisdom that keeps us open. നമ്മളെ അടച്ചു വെച്ചിരിക്കുന്ന അറിവിൽ നിന്നും തുറന്നു വെച്ചിരിക്കുന്ന ജ്ഞാനത്തിലേക്ക് നമുക്ക് നീങ്ങാം. Expose yourself to the unconditional love of God. ദൈവത്തിന്റെ ഒരു കണ്ടീഷൻ ഇല്ലാത്ത ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ തുറന്നു കൊടുത്താൽ, Expose yourself. തുറന്നു കൊടുത്താട്ടെ, നിങ്ങൾ Receive the love of God, ആ ദൈവ സ്നേഹത്തെ സ്വീകരിച്ചാട്ടെ. which makes you love Him more than you love everything that is bothering you. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെക്കാൾ ആ ദൈവത്തെ സ്നേഹിക്കുന്ന അളവിലേക്ക് തുറന്നു Let കൊടുത്താൽ, us be aware of the mercy that the Lord has bestowed on us ദൈവം നമ്മുടെ മേൽ ഒഴിച്ചിരിക്കുന്ന ആ കരുണയെ കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. before we go and judge the mercy that the Lord is bestowing on others. നമ്മൾ മറ്റുള്ളവരുടെ മേൽ ദൈവം വാരിക്കോരി ഒഴിക്കുന്ന കരുണയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് Let us move away from our own righteousness നമ്മൾ നമ്മുടെ സ്വയനീതീകരണ മനോഭാവത്തിൽ നിന്ന് മാറട്ടെ, to His righteousness. ദൈവത്തിന്റെ നീതിയിലേക്ക്. So you might be asking, what if I don't want to plug into this next move? ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവത്തിന്റെ പുതിയ നീക്കത്തിലേക്ക് ചലിക്കാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ. It's a good question. ഒരു നല്ല ചോദ്യം, It's a good question. നല്ല ചോദ്യം. If you don't get plugged into the next move, ദൈവത്തിന്റെ അടുത്ത നീക്കത്തിലേക്ക് നമ്മൾ പങ്കാളികളായില്ലെങ്കിൽ we get stuck നമ്മൾ സ്റ്റക്കാവും. and eventually not fulfill our calling. നമ്മുടെ വിളി നമ്മൾ പൂർത്തീകരിക്കത്തില്ല, We will just get stuck. നമ്മൾ സ്റ്റക്കായി നിൽക്കും. And the Father doesn't want any one of us to be stuck. പിതാവിന്റെ ഹിതമല്ല നമ്മൾ സ്റ്റക്കായി നിൽക്കണം. Every one of us. നമ്മളെല്ലാവരും He wants us to step into this fresh move. തന്റെ പുതിയ നീക്കത്തിലേക്ക് കാല് വെച്ച് കയറണം He എന്നാണ് wants ആഗ്രഹിക്കുന്നത്. everyone, എല്ലാവരും, the whole church, സഭ മൊത്തം, transforming the whole world ലോകത്തെ മൊത്തം രൂപാന്തരപ്പെടുത്തും for Christ's eternal kingdom. ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിന് വേണ്ടി. If everyone can just rise up to your feet, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ even as we close.
നമ്മൾ ശുശ്രൂഷ തീർക്കുമ്പോൾ തന്നെ It says in Acts 2 verse 16 onwards. അപ്പോസ്തല പ്രവൃത്തികളുടെ 2:16 തൊട്ട് ഇങ്ങനെ പറയുന്നു. But this is what was spoken of through the prophet Joel. നമ്മളതിങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി. And this is what was spoken of through the prophet Joel. ജോൽ പ്രവാചകനെ കൂടെ പറഞ്ഞ കാര്യം ഇതാണ്. And it shall be in the last days, God says, അവസാന കാലങ്ങളിൽ that I will pour forth my spirit on all mankind. സർവ്വ മനുഷ്യരുടെ മേളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഒഴിക്കും. Say this, all mankind. സർവ്വ മനുഷ്യരുടെ മേളിൽ. All mankind. സർവ്വ മനുഷ്യരുടെ All mankind. സർവ്വ മനുഷ്യരുടെ There മേളിൽ. is no age group mentioned. അതിലൊരു പ്രായപരിമിതി ഇല്ല. There is no church mentioned. അതൊരു സഭ കൊടുത്തിട്ടില്ല. There is no language mentioned. അതിലൊരു ഭാഷ കൊടുത്തിട്ടില്ല. All mankind. സർവ്വ മനുഷ്യന്റെ All മേളിൽ. mankind. സർവ്വ മനുഷ്യന്റെ No മേളിൽ. team mentioned. ഒരു ടീം അതിൽ കൊടുത്തിട്ടില്ല. No one person mentioned. ഒരു വ്യക്തിയെ കുറിച്ച് കൊടുത്തിട്ടില്ല. All mankind. സർവ്വ മനുഷ്യജാതിയുടെ In the മേളിൽ. last days, the move is for everybody. അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ചലനം നീക്കം എല്ലാവർക്കുമാണ്. That is why the Father wants every one of us to step in. അതുകൊണ്ടാണ് പിതാവ് നമ്മൾ എല്ലാവരും അതിൽ കാല് വെച്ച് കയറണം എന്ന് Every ആഗ്രഹിക്കുന്നത്. single one. എല്ലാവരും. Because that is the design. കാരണം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. That is the calling. അതാണ് നമ്മുടെ വിളി. It goes on to say, if you can read chapter 2 verse 17 and 18 in Malayalam. അപ്പോസ്തല പ്രവൃത്തിയുടെ 2:17-18 നമുക്ക് ഇങ്ങനെ വായിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. Hallelujah. In the last days, അവസാന കാലഘട്ടത്തിൽ sons and daughters shall prophesy. മക്കളും പുത്രിമാരും പ്രവചിക്കും. Young men shall see visions. യുവജനങ്ങൾ അവർ ദർശനം കാണും. Old men shall dream dreams. വയസ്സുള്ളവർ സ്വപ്നങ്ങൾ കാണും. Hallelujah. ഹല്ലേലൂയ. When we hear Elisha generation, നമ്മൾ എലീശ തലമുറ എന്ന് കേൾക്കുമ്പോൾ we might be thinking young people. നമ്മൾ ബാല്യകാരെന്നായിരിക്കും Because ചിന്തിക്കുന്നത്. I believe the Lord is saying, കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം it is പറയും not just young people. ബാല്യകാരൻ മാത്രമാണ്. It is the next move of God. അത് ദൈവത്തിന്റെ അടുത്ത The spirit that ചലനമാണ്. Elisha carried ആ എലീശയ്ക്ക് ഉണ്ടായിരുന്ന ആത്മാവ്, and the double portion he received. ആ രക്തത്തിനായ അഭിഷേകം, Come on, if you can plug into the spirit right now and receive നമുക്ക് what is ആത്മാവിൽ releasing. നിന്ന് ഒന്ന് ചേരുവാണെങ്കിൽ ഇത് സ്വീകരിക്കാം. Bara suru dere gala nana shire gara bara de yandere. This next move is for everyone, all mankind. ഈ അടുത്ത ചലനം സർവ്വ ജഡത്തിനും വേണ്ടിയാണ്, സർവ്വ മനുഷ്യനും You വേണ്ടിയാണ്. are the move. I am the move. നിങ്ങളാണ് ആ നീക്കം, ഞാനാണ് ആ നീക്കം. Every one of us is the move. നമ്മൾ എല്ലാവരുമാണ് ആ ദൈവത്തിന്റെ ചലനം. Come on, go ahead and tell your neighbor you are the move. നിങ്ങൾ അടുത്തുള്ള പറഞ്ഞാട്ടെ, നിങ്ങളാണ് ദൈവത്തിന്റെ നീക്കം. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, നീയാണ് അടുത്ത നീക്കം. Oh sakara bara bara bara. And in faith tell your neighbor I am the move. വിശ്വാസത്തിൽ നിങ്ങളുടെ അടുത്തുള്ള പറഞ്ഞിരിക്കുന്നത് ഞാനാണ് ആ I am നീക്കം, part of this move. ഞാൻ ഈ നീക്കത്തിന്റെ ഭാഗമാണ്. Shigara ba 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 ba. You are the move. You are the move. Come on, church, I want you to plug in. We are stepping into a new season. Sigara ra ra ra. Menga rosho. Ra bara 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 sandere. Ra 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 ra. Yes yes. ഉപയോഗിക്കണമേ. Rubaga ra 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 ra. Sirire balanandru. Oh ra 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 ra. We see in those two portions നമ്മൾ ഈ രണ്ട് ഭാഗത്തും കാണുന്ന കാര്യം, that both of them did an act രണ്ടുപേരും ഒരു പ്രവൃത്തി ചെയ്തു. to show their openness. അവരുടെ തുറന്ന മനോഭാവം കാണിക്കുക. So under no compulsion. അവർക്ക് ആർക്കും ഒരു നിർബന്ധമില്ലായിരുന്നു. So even today under no compulsion, ഇന്നും ഒരു നിർബന്ധമില്ല. if you want to step into this new season, നിങ്ങൾ ഈ പുതിയ നീക്കത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു, as an act I want you to come forward. ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാം. You're not coming forward to any one man. നിങ്ങൾ ഒരു മനുഷ്യന് മുമ്പാകെയല്ല കടന്നു വരുന്നത്. You're showing obedience. നിങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. You're showing obedience. നിങ്ങൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. Because every belief had an act associated with it. കാരണം എല്ലാ വിശ്വാസവും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. If you want to step into this new season, just do it. Don't think of what others will think, or you've never come for an altar call before. It doesn't matter. Take a step. This is a fresh move. Plug in.
plug in. If you're not satisfied with whatever has been happening till now, the ordinary, the mundane, the routine, you're fed up, just step into the new. Kuruba Sondoro. If the pastors can come to the front and just lay your hands, siga, le ra ra, oh ro 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 ro. There is this fresh infilling of the Spirit in this place right now. Le ra gara de andere, sokoro man. I am not the one calling, dear church. It is the Father. It is the Father. It is the Father that wants you to step in. Sigala. ഞാനല്ല നിങ്ങളെ വിളിക്കുന്നത്, പിതാവാണ് വിളിക്കുന്നത് ഈ പുതിയ നീക്കത്തിലേക്ക് കാൽ വെച്ച്. Lord, raga na na na, fresh, 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 oh God, fresh, fill afresh, fill afresh. Go sondo ma ma ma, sega na de de de. Yera ba 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 ba, sokara bara 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 bara. Oh, ഉപയോഗിക്കണമേ. Sigarando runde de ma 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 ma. We step into this fresh move. ദൈവത്തിന്റെ അഗ്നിയാണ്. An unusual heat of his presence. അസാധാരണമായ ഒരു ചൂട് ശരീരത്തിൽ. Yes. Gara bala guru dere manas de ribana dere. Monodolo rosho seke ba sandere. Yes Lord. Yeshua. Yeshua. Dinsani Yeshua. Yeshua.
നന്ദി അപ്പാ, Abba, thank you so much. നന്ദി പിതാവ്. The Father is here. പിതാവ് ഇവിടെ ഉണ്ട്. We love you, Father. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു പിതാവ്. We love you so much. ഞങ്ങൾ അങ്ങേ അധികമായി സ്നേഹിക്കുന്നു. We step into the next. ഞങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് കാലുവെച്ച് കയറുന്നപ്പാ. We choose to step into the next. ഞങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് കാലുവെച്ച് കയറാൻ In തരുന്നു. this end time move of God, ദൈവമേ, അങ്ങയുടെ സകല ചലനത്തിൽ we choose to step into the next. അതിന്റെ പൂർത്തീകരണത്തിൽ ഞങ്ങൾ കാലുവെച്ച് കയറുന്നു. From a place of pursuit ഞങ്ങൾ പിന്തുടരുന്ന മനോഭാവത്തോടെ, to surrender സകലവും സമർപ്പണത്തോടെ, and obedience. അനുസരണയോടെ. Thank you, Lord. നന്ദി കർത്താവ്. We receive what you're doing in this place. അങ്ങ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. Lord, I pray you continue to minister to us during the day and during the week, oh God. കർത്താവെ, തുടർന്ന് കാലത്തിലും ആഴ്ചതോറും ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. Give confirmations through dreams and visions. പല ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും ദർശനങ്ങളും അങ്ങ് കൺഫർമേഷൻ തരണം. Continue to bother us with what you want to release in us. കർത്താവെ, ദൈവികമായ അസ്വസ്ഥത ഞങ്ങൾക്ക് തരണമേ. പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുക. Thank you for what you're doing here, Lord. ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നന്ദി അപ്പാ. All the honor, സർവമഹത്വം, all the honor, സർവമഹത്വം, all the honor, സർവബഹുമാനം, and all the glory സർവമഹത്വം belongs to you and you alone, Jesus. അങ്ങേക്ക് മാത്രം കർത്താവെ. Give a round of applause for Jesus. ദൈവത്തിന് വലിയൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. Celebrate you, Jesus. We ഞങ്ങൾ thank അങ്ങേ you. ആഘോഷിക്കുന്ന യേശുക്രിസ്തു. In your precious name we pray. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.